സാമൂഹിക മാധ്യമ ഭീമനായ മെറ്റയുടെ ഉടമസ്ഥയിലുള്ള ഇൻസ്റ്റഗ്രാം വഴി ഇന്ത്യയിൽ കുട്ടികളുടെ ലൈംഗിക അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ പണം വാങ്ങി പരസ്യം നൽകിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി BBC ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്ത്. പണം സമ്പാദിക്കാൻ വേണ്ടി എന്ത് അതിക്രമവും പ്രോത്സാഹിപ്പിക്കാൻ ഇൻസ്റ്റഗ്രാം തയ്യാറാകുമെന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് ഈ റിപ്പോർട്ടോടെ ആഗോളതലത്തിൽ ഉയരുന്നത്. റേപ്പ് വീഡിയോ, ചൈൽഡ് വീഡിയോ തുടങ്ങിയ അതിക്രൂരമായ കീവേഡുകൾ ഉപയോഗിച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾ എത്തുന്നത് ടെലഗ്രാം ചാനലുകളിലേക്കാണ്. വെറും 99 രൂപയ്ക്ക് ഏകദേശം $1 ചെലവിൽ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ വിൽക്കുന്ന മാഫിയകളാണ് ഈ ചാനലുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിന്റെ പോളിസി അനുസരിച്ച് ഓരോ പരസ്യവും അത് ലൈവ് ആകുന്നതിന് മുൻപ് കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ക്രൂരമായ ദൃശ്യങ്ങളും വാക്കുകളും അടങ്ങിയ പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മോഡറേഷൻ സിസ്റ്റം എങ്ങനെ അനുമതി നൽകുന്നു എന്നതാണ് പ്രധാന ചോദ്യം. BBC സംഘം ഇന്ത്യയിൽ നിന്നും ഒരു വ്യാജ അക്കൗണ്ട് നിർമ്മിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത്. ഇൻസ്റ്റഗ്രാമിൽ വസ്ത്രധാരണ രീതി കൊണ്ടും മറ്റും ലൈംഗിക സൂചനകൾ നൽകുന്ന ചില പ്രൊഫൈലുകളെ ഈ അക്കൗണ്ട് വഴി ഫോളോ ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങൾക്കകം തന്നെ ഈ അക്കൗണ്ടിന്റെ ഫീഡിലേക്ക് നഗ്ന ദൃശ്യങ്ങളും പിന്നീട് മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടുന്ന ലൈംഗിക പരസ്യങ്ങളും ഇൻസ്റ്റഗ്രാം പുഷ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 30ഓളം വ്യത്യസ്തമായ പരസ്യങ്ങളാണ് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഈ വ്യാജ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ ഒരു 52 വയസ്സുകാരനും 12 വയസ്സുകാരും ഉൾപ്പെടുന്ന പരസ്യം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, കരയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പരസ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഈ പരസ്യത്തിലുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളടങ്ങിയ പരസ്യത്തെക്കുറിച്ച് BBC ഇൻസ്റ്റഗ്രാമിന് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടും 24 മണിക്കൂറിന് ശേഷം അവർ നൽകിയ മറുപടിയുണ്ട്. ഈ പരസ്യം ഇൻസ്റ്റഗ്രാമിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ലംഘിക്കുന്നതല്ല എന്നായിരുന്നു അവരുടെ ആദ്യ നിലപാട്. പിന്നീട് മാധ്യമങ്ങൾ പരസ്യമായി ചോദ്യം ചെയ്യുകയും മെറ്റയോട് വിശദീകരണം തേടുകയും ചെയ്തതോടെ അക്കൗണ്ടുകൾ റദ്ദാക്കാനും പരസ്യങ്ങൾ നീക്കം ചെയ്യാനും അവർ തയ്യാറായി. ഒരു സിസ്റ്റവും പൂർണ്ണമല്ലെന്നും തങ്ങളുടെ പരിശോധനയിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നുമാണ് മെറ്റ പിന്നീട് നൽകിയ വിശദീകരണം. പരസ്യ നിർമ്മാണത്തിന് വേണ്ടി ഉപഭോക്താക്കളുടെ സുരക്ഷ മെറ്റ ബലികഴിക്കുകയാണെന്ന് മുൻപ് ഫേസ്ബുക്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ബ്രയാൻ ബോലൻഡ് ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരസ്യങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം മാത്രമാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും അതിനായി അൽഗോരിതങ്ങൾ കൂടുതൽ പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇന്ത്യൻ നിയമപ്രകാരം കുട്ടികൾ അശ്ലീല ദൃശ്യങ്ങൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കടുത്ത ക്രിമിനൽ കുറ്റമാണ്. ഇൻസ്റ്റഗ്രാം പോലെ ഒരു പ്ലാറ്റ്ഫോം പണം വാങ്ങി ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വഴിവിളക്കായി മാറുന്നത് അതീവ ഗുരുതരമാണെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മദൻ ലോക്കൂർ പ്രതികരിച്ചു. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമെന്നും സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ സൈബർ പോലീസും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും പറയുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന സൈബർ റീപ്ലൈൻ റിപ്പോർട്ടുകളിൽ ഭൂരിഭാഗവും മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണെന്നാണ്. ക്രിമിനലുകൾ ഇൻസ്റ്റഗ്രാമിൽ പരസ്യം നൽകി ഉപഭോക്താക്കളെ ടെലഗ്രാമിലേക്ക് വഴിതിരിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ അവസ്ഥ ഒരു രാജ്യാന്തര സുരക്ഷാ ഭീഷണിയായി വളരുകയാണ്.